ഇന്നത്തെ അറിയിപ്പുകൾ. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ 7.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനോടകം തൊഴിൽ നൽകാൻ കഴിഞ്ഞെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ദേശീയവും അന്തർദേശീയവുമായ തൊഴിലവസരങ്ങളെ ആത്മവിശ്വാസത്തോടെ ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗാർത്ഥികളെ ഒരുക്കുന്നതിന് നിരവധി ക്രമീകരണങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊഴിൽ പൂരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനകം 7.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയതായി തൊഴിൽ നൽകാൻ കഴിഞ്ഞത്. നവവൈജ്ഞാനിക മേഖലയിൽ ഉൾപ്പെടെ പരിശീലനം നൽകി ഉദ്യോഗാർത്ഥികൾക്ക് വ്യത്യസ്ത മേഖലകളിൽ ജോലി ലഭിക്കുന്നതിന് സഹായകരമായ ഇടപെടലാണ് കേരള നോളജ് ഇക്കോണമി മിഷന്റെയും കെ-ഡിസ്കിന്റെയും മുൻകൈയോടെ സംസ്ഥാനത്ത് നടന്നുവരുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സംരംഭകത്വ താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും സർക്കാർ സജീവമായി ഏറ്റെടുത്ത ദൗത്യമാണ്. തൊഴിലന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽദായകരായും യുവജനങ്ങൾക്ക് മാറാൻ സാധിക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ന് ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ചുള്ള സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന സംവിധാനമായി മാറിയിരിക്കുകയാണ്. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ തൊഴിലന്വേഷകർക്കും തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ അവസരമൊരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. ജലാശയങ്ങളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ചും, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ടും നിലനിൽക്കുന്നു. ആയതിനാൽ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ളയിടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും അധികൃതർ അറിയിച്ചു. ലോട്ടറിയുടെ സമ്മാനഘടനയിൽ മാറ്റം വരുത്തും. 5000ന്റെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന ഭാഗ്യക്കുറി സമ്മാനഘടനയിൽ ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രയോജനകരമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 5000ന്റെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കും. 2000 രൂപയുടെ സമ്മാനം പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 200 രൂപയുടെ സമ്മാനം തിരികെ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. 1.5 ലക്ഷത്തിനടുത്ത് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. 43 കോടി രൂപ ക്ഷേമ പദ്ധതികൾക്കായി വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഇനത്തിൽ 573 കുട്ടികൾക്ക് 13.66 ലക്ഷം രൂപയാണ് നൽകുന്നതെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.